Welcome to Accessible Tech World for the Visually Impaired in Malayalam YouTube channel to empower visually impaired people with computer education. ആക്സസിബിൾ ടെക് വേൾഡ് മലയാളം ഫോർ ദ വിഷ്വലി ഇമ്പയർഡ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിൻഡോസ് സെർച്ച് എന്ന ഫീച്ചറിൻ്റെ ലേഔട്ട് പരിചയപ്പെട്ടു. എങ്ങനെയെല്ലാം വിൻഡോസ് സെർച്ച് ഉപയോഗിക്കാം എന്ന് കണ്ടു. ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് വിൻഡോസ് സെർച്ച് ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് ചെയ്യുക എന്നതാണ്. അതായത് വിൻഡോസ് സെർച്ചിൻ്റെ സെർച്ച് എഡിറ്റ് ഫീൽഡ് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ വളരെ വേഗം നോക്കുന്നത്. അധികം ആമുഖമില്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫോക്കസ് ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിനായി വിൻഡോസ് കീ ഹോൾഡ് ചെയ്ത ശേഷം എം പ്രസ് ചെയ്യുന്നു. എം ഫോർ മൂവ്. എൻ്റെ ഫോക്കസ് ഡെസ്ക്ടോപ്പിലെത്തിയിട്ടുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യാം. പ്രോഗ്രാം മാനേജർ NVDA പ്രോഗ്രാം മാനേജർ എന്നാണ് അനൗൺസ് ചെയ്യുന്നത്. ഫോക്കസ് ചെക്ക് ചെയ്യുന്നു. ഇതിനായി ഇൻസെർട്ട് ടാബ് പ്രസ് ചെയ്യുകയാണ്. This PC list item focused 1 of 73. ദിസ് PC എന്ന ഐറ്റമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇനി വിൻഡോസ് സെർച്ച് ലഭിക്കുന്നതിനായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ വിൻഡോസ് S എന്ന കീബോർഡ് ഷോർട്ട്കട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. വിൻഡോസ് കീ ഹോൾഡ് ചെയ്യുന്നു. ശേഷം S എന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ് പ്രസ് ചെയ്യുന്നു. S ഫോർ സെർച്ച്. Search window, search box edit blank. നമ്മുടെ ഫോക്കസ് പെട്ടെന്ന് തന്നെ വിൻഡോസ് സെർച്ചിൻ്റെ എഡിറ്റ് ഫീൽഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള സെർച്ച് കീവേഡ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുകയാണ്. ഡോക്യുമെൻറ്റ്സ് ഓർ ഫോൾഡേഴ്സ് ഓർ ഫയൽസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. I-A-D-C-I-D file folder last modified 2/16/2023 6:12 a.m. Press right to switch preview C user C-I-D last modified 2/16/2023 6:12 a.m. 1 of 1 level 1. പേര് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ആദ്യം സജസ്റ്റ് ചെയ്തത് ഒരു ഫയൽ ഫോൾഡറിൻ്റെ റിസൾട്ടാണ്. ഇനി ഡൗൺ വരെ കൊടുത്ത് നോക്കാം. Find results and search the web 1 of 1 level 1. ഡൗൺ. Level 2 C-I-D. See web results. Press right to switch preview 1 of 1. Preview for C-I-D isn't available right now. Try retyping your search or open the results in browser. വെബ് പ്രിവ്യൂ കാണാൻ കഴിയും. പക്ഷേ നിലവിൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ടില്ലാത്തതിനാലാണ് നോട്ട് അവൈലബിൾ റൈറ്റ് നൗ എന്ന ഒരു ഡയലോഗ് കൂടെ ചേർത്ത് സ്ക്രീൻ റീഡർ അനൗൺസ് ചെയ്തത്. ഡൗൺ. Level 1 Find results and documents 1 of 1. വിവിധ കാറ്റഗറികളിലായി സെർച്ച് റിസൾട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. സ്റ്റാർട്ട് വിൻഡോയുടെ അതേ മാതൃകയിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം ഡീറ്റെയിൽസ് ആവശ്യമില്ല. ഡൗൺ. Level 2 C-I-D bio Microsoft Word document. Press right to switch preview C. User C-I-D documents 1 notebooks C-I-D bio docs last modified 11/21/2022 1:13 p.m. എൻ്റെ ഒരു ബയോഡാറ്റ ഇവിടെ സെർച്ച് റിസൾട്ടായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡൗൺ. C-I-D diary Microsoft. എൻ്റെ ഡയറി ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് വേർഡ് ഫയൽ. ഇതുപോലെയാണ് നമ്മുടെ സെർച്ച് റിസൾട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഡൗൺ കൊടുത്തു പോയാൽ C-I-D mark list level 2 C-I-D tab apps. നേരത്തെ നമ്മൾ കണ്ട ഫിൽറ്റർ ഓപ്ഷൻ കാണാം. Tab selected all ടാബ് ഡൗൺ ആരോ ആണ് ഉപയോഗിക്കുന്നത്. Tab apps ആപ്സ് ടാബ്. Tab documents ഡോക്യുമെന്റ്സ് ടാബ്. Tab web വെബ് ടാബ്. button collapsed more. ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു 7 എക്സ്ട്രാ ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട്. ഇമെയിൽ, മ്യൂസിക്, വീഡിയോസ്, ഫോട്ടോസ് എക്സെട്ര എക്സെട്ര. ഇതിലേതെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ Tab web Tab documents ഡോക്യുമെന്റ്സ് എന്ന ഈ ഒരു ഫിൽട്രേഷൻ സെലക്ട് ചെയ്യാണ്. Level 1 C-I-D bio Microsoft Word document. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മൾ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത സമയത്ത് ആദ്യം ലിസ്റ്റ് ചെയ്ത ആ ഒരു ഫയൽ ഫോൾഡർ സജഷനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഡോക്യുമെൻറ്റ്സുകൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ Level 1 C-I-D bio Microsoft Word ഇതൊരു വേർഡ് ഡോക്യുമെൻ്റ് ആണ്. ഡൗൺ ആരോ. Level 2 C-I-D diary Microsoft Word. അഗെയിൻ വേർഡ് ഡോക്യുമെൻ്റ്. ഡൗൺ. C-I-D mark list Microsoft Excel worksheet. എക്സൽ വർക്ക്ഷീറ്റ്. ഡൗൺ. C-I-D mark sheet Microsoft Excel worksheet. അഗെയിൻ ഒരു എക്സൽ ഷീറ്റ്. C-I-D leave letter Microsoft Word document. വേർഡ് ഡോക്യുമെൻ്റ്. ഇങ്ങനെ ഡോക്യുമെൻറ്റ്സ് മാത്രം ലിസ്റ്റ് ചെയ്ത് തരും. ഇനി നമുക്ക് മറ്റൊരു ഫിൽട്രേഷൻ നോക്കാം. Documents tab selected. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് ടാബാണ് സെലക്ട് ആയിട്ടുള്ളത്. നമുക്ക് മറ്റൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കാം. More button collapse more filters. മോർ ഫിൽറ്റേഴ്സ് എന്ന് ഏതെങ്കിലും ഒന്ന് നോക്കാം. ഇത് സ്പേസ് ബാർ കൊടുത്ത് എക്സ്പാൻഡ് ചെയ്യുന്നു. Menu list expanded. Focus mode. ഇവിടെ നിന്ന് ഡൗൺ ആരോ മാത്രമാണ് കൊടുക്കുന്നത്. Email folder music not selected 3 of 7. മ്യൂസിക് എന്ന കാറ്റഗറി സെലക്ട് ചെയ്യാണ്. എൻ്റർ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. Search box edit music C-I-D. എൻ്റെ പേരിൽ എന്തെങ്കിലും മ്യൂസിക് ഫയൽസ് ഈ കമ്പ്യൂട്ടറിൽ ഉണ്ടോ എന്ന് നോക്കാം. Music tab selected. Find results in music. Browse mode. Button collapse mode. Button collapsed options. Button close window clickable. Heading no results found for C-I-D. Heading level 1 clickable. നോ റിസൾട്ട് ഫൗണ്ട് എന്നാണ് പറയുന്നത്. അതായത് എൻ്റെ പേരിൽ പ്രത്യേകിച്ച് മ്യൂസിക്കുകളൊന്നും ഈ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടില്ല. ഇനി ഒരിക്കൽ കൂടി വിൻഡോസ് സെർച്ച് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത ശേഷം മറ്റൊരു ഫീച്ചർ നമുക്ക് നോക്കാം. സ്റ്റാർട്ട് വിൻഡോ പോലെ തന്നെ
Desktop list. ഇപ്പോൾ ഫോക്കസ് ഡെസ്ക്ടോപ്പിൽ എത്തിയിട്ടുണ്ട്. വീണ്ടും വിൻഡോസ് സെർച്ച് ഓപ്പൺ ചെയ്യുന്നതിനായി വിൻഡോസ് കീ ഹോൾഡ് ചെയ്തുകൊണ്ട് എസ് പ്രസ് ചെയ്യുന്നു. എസ് ഫോർ സെർച്ച്. Search box edit WhatsApp. Blank. ഇവിടെ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്യാണ്. SIAD file folder last modified 2/16/2020. എൻ്റെ പേര് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ആദ്യം ലിസ്റ്റ് ചെയ്തത് നേരത്തെ കണ്ടതുപോലെ ഫയൽ ഫോൾഡറാണ്. നിലവിൽ ഓൾ ടാബാണ് സെലക്ട് ആയിട്ടുള്ളത്. ഇനി ഇങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന റിസൾട്ടുകളുടെ മറ്റ് ഓപ്ഷനുകൾ കാണണമെങ്കിൽ ഏത് റിസൾട്ടാണോ കാണേണ്ടത്, ഫോർ എക്സാമ്പിൾ ഫയൽ ഫോൾഡർ ഫോക്കസ് ചെയ്യുന്നു, ഡൗൺ ആരോ. file folder last modified. ഇതിൻ്റെ അഡീഷണൽ ഓപ്ഷൻ കാണണമെങ്കിൽ ഈ ഒരു റിസൾട്ട് ഫോക്കസ് ചെയ്ത ശേഷം റൈറ്റ് ആരോ പ്രസ് ചെയ്യുന്നു പ്രിവ്യൂ കാണാൻ. Big document actions list open 1 of 3 level 1 focus mode. ആക്ഷൻസ് ലിസ്റ്റ് കാണാം. Open 1 of 3 level 1. ഓപ്പൺ അഥവാ ഇവിടെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഈ ഫയൽ ഫോൾഡർ തുറന്നു വരും. ഡൗൺ. Open file location 2 of 3 level 1. ഓപ്പൺ ഫയൽ ലൊക്കേഷൻ, ഈ ഒരു പർട്ടിക്കുലർ ഫോൾഡർ ഏത് ഫോൾഡറിൻ്റെ സബ് ഫോൾഡർ ആണോ അല്ലെങ്കിൽ എവിടെയാണോ ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ലൊക്കേഷൻ ഓപ്പൺ ചെയ്യും. ഡൗൺ. Copy path 3 of 3 level 1. കോപ്പി പാത്ത് ഈ ഫോൾഡറിൻ്റെ അല്ലെങ്കിൽ ഫയലിൻ്റെ ഫയൽ പാത്ത് കോപ്പി ചെയ്യുന്നതിനായിട്ടുള്ള ഓപ്ഷനാണ്. ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്ത് വീണ്ടും Search box edit SIAD. സെർച്ച് ബോക്സിലേക്ക് തിരിച്ചെത്തി ഒരിക്കൽ കൂടി ഈ ഒരു റിസൾട്ട് ഫോക്കസ് ചെയ്യുന്നു. SIAD file folder last modified. ഇവിടെ ആപ്ലിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ Big document context menu list expanded. മറ്റൊരു ലിസ്റ്റ് ഓപ്പൺ ആയതായി കാണാം. ഡൗൺ ആരോ. Open file location not selected 1 of 2. ഓപ്പൺ ഫയൽ ലൊക്കേഷൻ മുമ്പ് കണ്ടതാണ്. ഡൗൺ. Copy path not selected 2 of 2. കോപ്പി പാത്ത്. ഇങ്ങനെ രണ്ട് ഓപ്ഷനുകൾ ആപ്ലിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്താലും കിട്ടുന്നതാണ്. നേരത്തെ റിസൾട്ട് ഫോക്കസ് ചെയ്ത ശേഷം റൈറ്റ് ആരോ പ്രസ് ചെയ്തപ്പോൾ ഓപ്പൺ ഫയൽ ലൊക്കേഷൻ, കോപ്പി പാത്ത്, ഇങ്ങനെ 3 ഓപ്ഷനുകൾ കിട്ടി. ഇപ്പോൾ റിസൾട്ട് ഫോക്കസ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ ഫയൽ ലൊക്കേഷൻ, കോപ്പി ഫോൾഡർ പാത്ത് അല്ലെങ്കിൽ ഫയൽ പാത്ത്, ഇങ്ങനെ 2 ഓപ്ഷനുകളാണ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് വിൻഡോസ് സെർച്ചിൻ്റെ സെർച്ച് എഡിറ്റ് ഫീൽഡ് ഉപയോഗപ്പെടുത്താം. പ്രവർത്തനങ്ങളെല്ലാം സ്റ്റാർട്ട് വിൻഡോയുടെ സെർച്ച് എഡിറ്റ് ഫീൽഡ് എങ്ങനെയാണോ നമ്മൾ കണ്ടത് അതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. റിസൾട്ടുകൾ അറേഞ്ച് ചെയ്തതിലും വ്യത്യാസമില്ല, ഫിൽട്ടർ ചെയ്യുന്നതിലും വ്യത്യാസമില്ല. ആകെ ഇതിൻ്റെ ലേഔട്ടിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. താങ്ക് യു. Hi there. Thanks for watching. If you liked the video, please press the like button, or if you don't like the video, don't mind, please press the dislike button. If you haven't subscribed our channel, please press the subscribe button. Also, please press the red color bell icon and click all to get the notification when I am uploading new videos. You are requested to comment your opinion in the comment box. And please share this video to your friends to get them also more knowledge about the computer. Thank you.